ഇമ്മാനുവൽ മാക്രോൺ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇന്നലെ അങ്ങനെയല്ല സംഭവിച്ചത് കേട്ടോ. നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് കടന്നു പോകാൻ വേണ്ടിയിട്ട് റോഡ് അടച്ചപ്പോൾ പെരുവഴിയിലായിപ്പോയി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വഴിയിലിറങ്ങി സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കാര്യം തിരക്കി. അവർ പറഞ്ഞു ട്രംപ് വരുന്നുണ്ട്, അതുകൊണ്ട് അടച്ചതാണെന്ന് പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റാണ്. ഉടനെ മാക്രോൺ ട്രംപിനെ ഫോണിൽ വിളിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. വിളിച്ച് സംസാരിക്കുന്നത് ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കൂ, രസകരമാണ്. ഒന്ന് ആലോചിച്ച് How are you? Guess what? I'm waiting the street because everything is frozen for you. ഐ ആം വെയിറ്റിംഗ് എന്നാണ് പറയുന്നത്. ഈ റോഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ അടച്ചിട്ടിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് എന്നാണ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത്. ട്രംപിനെ ഫോണിൽ വിളിച്ചു. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. UN പൊതുസമ്മേളനത്തിൽ എത്തിയപ്പോഴാണ് സംഭവം നടന്നിരിക്കുന്നത്. അപർണ കാർത്തിക ഈ ദൃശ്യം പ്രതീകാത്മകമാണെന്ന് കൂട്ടിയാൽ മതി. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടനയൊന്നും വേണ്ട, ഈ സംഭവമൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് അമേരിക്ക തന്നെ മതിയല്ലോ, ലോകരാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളൂലേ എന്നാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. പുറത്തിറങ്ങി ഇമ്മാനുവൽ മാക്രോണ് പണിയും കിട്ടി. ഡൊണാൾഡ് ട്രംപ് വരുന്നതുകൊണ്ട് വഴിയൊക്കെ അടച്ചു. പുള്ളി വിളിക്കുന്നതൊക്കെ കൊള്ളാം. മലയാള ഭാഷയിൽ തർജ്ജമ ചെയ്താൽ അല്ലേ ഞാനിവിടെ കുടുങ്ങിപ്പോയി, നീ ഇതുവഴി എങ്ങാണ്ട് വരുന്നുണ്ടോടെ എന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോയി അല്ലേ. സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇതൊരു വളരെ രസകരമായൊരു കാഴ്ചയാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല സാധാരണഗതിയിൽ റോഡിൽ ഇങ്ങനെ പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കണം. 2 രാഷ്ട്ര തലവന്മാരാണ്. ട്രംപാണ് പോകുന്നത്, ന്യൂയോർക്കിൽ എത്തിയതാണ്. സത്യത്തിൽ അതിഥിയാണ് മാക്രോൺ ആ സമയത്ത്. എന്നിട്ട് പോലും റോഡിൽ നിൽക്കേണ്ടി വരികയാണ്. പക്ഷേ മാക്രോൺ ആണെങ്കിൽ അത് വളരെ രസകരമായാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. റോഡിൽ ഇറങ്ങുന്നു, ആളുകളൊക്കെ സെൽഫി എടുക്കാൻ വരുന്നു, അവരുടെ കൂടെ സെൽഫി എടുക്കുന്നു, സംസാരിച്ചുകൊണ്ട് ഫോണിൽ തന്നെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. കാരണം പൊതുസഭയ്ക്കകത്ത് ഇരുവരും തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലസ്തീനെ പേര് പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരസ്പര പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു യാത്ര, അത് ആ രീതിയിൽ തന്നെ. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇത്തരത്തിലിങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ആളുകൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും, ചൂടാവും, എന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് വളരെ രസകരമായിട്ടൊരു രാഷ്ട്രത്തലവനാണെന്നുള്ളതിൻ്റെ യാതൊരു ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ വിളിക്കുന്നു, ട്രംപിനെ വിളിക്കുന്നു. വളരെ രസകരമായി താങ്കൾക്ക് കടന്നു പോകാൻ വേണ്ടി എന്നെ ഇവിടെ റോഡിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എന്തായാലും കാര്യങ്ങൾ ഡീൽ ചെയ്തതിലാണ് അതിനൊരു ഭംഗി എന്ന് തോന്നുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള ചർച്ചകളൊക്കെ ഇന്നലെ ഐക്യരാഷ്ട്ര സംഘടനയിൽ നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പലസ്തീൻ രാജ്യങ്ങളെ സ്വതന്ത്രമായിട്ട് ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ ഹമാസിന് ആയുധം കൊടുക്കുകയാണ്. ഈ ഫ്രഞ്ച് പ്രസിഡന്റ് അടക്കം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ തീരുമാനിച്ചതാണ്. അതേപോലെ ബ്രിട്ടനുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് പലസ്തീനെ അംഗീകരിച്ചു വരുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഭീഷണിയൊക്കെ വന്നിരിക്കുന്നത് അല്ലേ. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് കുറച്ചുകൂടി കടുപ്പിച്ച സ്വരത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം UN പൊതുസഭയിൽ അറിയാമല്ലോ, ഇത്തവണ ത്രിരാഷ്ട്ര സമ്മേളനം കൂടിയായിരുന്നു നടന്നത്. അതിൽ വളരെ കൃത്യമായ നിലപാട് പല രാജ്യങ്ങളും സ്വീകരിച്ചു. ബ്രിട്ടനും ഫ്രാൻസും പോർച്ചുഗലും എടുത്തിരിക്കുന്ന നിലപാട് എടുത്തു പറയേണ്ട നിലപാട് തന്നെയാണ്. കാരണം നേരത്തെ പലതരത്തിലും അവർ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന അസന്നിഗ്ധമായ നിലപാടെടുത്ത രാജ്യങ്ങളാണ് ഇവരൊക്കെ. ഇവരെല്ലാവരും തന്നെ, ഇവരെ കൂടാതെ 10 രാജ്യങ്ങൾ വേറെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്, പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇത് ഹമാസ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ കാര്യം ട്രംപും ആവർത്തിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് ഇന്നലെ അവിടെ സംഭവിച്ചത്. എന്തായാലും ഐക്യരാഷ്ട്ര സംഘടനയിലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം സംഭവം കോമഡിയായിരുന്നു കേട്ടോ. ഞാനുണ്ടല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, നോബൽ സമ്മാനത്തിന് എനിക്ക് അർഹതയുണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അതിന് നമ്മളെന്ത് വേണം? ഐക്യരാഷ്ട്ര സംഘടനയെ പോയിട്ട് പ്രസംഗിക്കുന്നതാണ്. ഐക്യരാഷ്ട്ര സംഘടനയാണോ നോബൽ സമ്മാനം കൊടുക്കുന്നത്? അത് മറ്റൊരു കമ്മിറ്റിയല്ലേ. അവിടെ പോയി പുള്ളി പറയുകയാണ്, ലോകത്തെ എല്ലാവരും പറയുന്നു ഞാൻ നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇന്ത്യക്കെതിരെ ഒരു പഴിയും കൂടി, റഷ്യ യുക്രൈനെ യുദ്ധം ചെയ്യുമ്പോൾ ഫണ്ട് കൊടുക്കുന്നത് ഇന്ത്യയും കൂടിയാണ്. എന്താ പറയുക.